കുട്ടികൾക്കും സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ പ്ലസ് ടുക്കാരുടെ പ്രാക്ടിക്കലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ആദ്യം ഓൾറെഡി തന്നെ ഒരു ക്ലാസ് ഇട്ടിരുന്നു, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നിങ്ങളിത് അറിഞ്ഞ് വേണം പോകാൻ. കാരണം നമ്മൾ കുറേ പ്രാക്ടീസൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ, പ്രാക്ടിക്കലിൻ്റെ നല്ല പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ എക്സാമിനേഷൻ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പതറരുത്. അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് അന്ന് അറിഞ്ഞു പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് നിങ്ങളുടെ ഓരോ ചലനങ്ങൾ നോക്കിയിരിക്കുക. മീൻസ് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ സ്പീഡ്, ആക്യുറസി ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന സ്പീഡ് അവർ വളരെ വളരെ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രാക്ടീസ് നടത്തണം. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തരുന്നത്. ഇതൊരു പൂർണ്ണ രൂപമാണ്, രണ്ടാമത്തെയാണ്. ആദ്യത്തെ കാണാത്തവരൊന്ന് കണ്ടേക്കണം. പറ്റുവാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കിയാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇത് നമ്മൾ രണ്ടാമത്തെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഷിഫ്റ്റിംഗ് ദ ഗ്രാഫ്സ് ഉണ്ടല്ലോ, ഇത് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 3 പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്, 8 മാർക്കിൻ്റേത്. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. എല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റെപ്സുകളുണ്ട്, അങ്ങോട്ട് ചെയ്തു പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പരാബോൾ. എല്ലാവർക്കും അറിയാം, പരാബോളയിൽ നിന്നാണ് എല്ലാവരും തുടങ്ങിയേക്കുന്നത്. നെക്സ്റ്റ് 2 സ്ലൈഡേഴ്സ് എ ആൻഡ് ബി ക്രിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും അറിയാം, സ്ലൈഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എയും ബിയും -5 to +5 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ജി ഓഫ് എക്സ്. അനദർ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എ പ്ലസ് ബി. ഉണ്ടോ, എ അകത്ത് ബി പുറത്ത്. രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഗ്രാഫ് മാറുന്നത് എങ്ങനെയാണ്, ബിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഗ്രാഫ് മാറുന്നത്. ഇതാണ് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും, ഒബ്സർവേഷൻ എഴുതാൻ പറയും. ഓക്കെ, എയുടെ വാല്യൂസ് ഇൻക്രീസ് ചെയ്താൽ ഗ്രാഫ് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളത് കൃത്യമായിരിക്കണം, അത് പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്. നെക്സ്റ്റ് നിങ്ങളൊരു എഫ് ഫംഗ്ഷനെ മാറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സുകൾ ഫോം ചെയ്യണം. നെക്സ്റ്റ് ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ആയി. നെക്സ്റ്റ് എന്താണ്? ആൻസർ ദ ഫോളോയിങ്. ഫിക്സ് ചെയ്യണം എ ഈക്വൽ 0 ആൻഡ് ബി ഈക്വൽ 0. ഓക്കെ, എയും ബിയും 0 ആയിക്കഴിഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് എന്താണ്? ബിയുടെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്ത് 2-ൽ എയുടെ വാല്യൂ ഇപ്പോൾ 0 തന്നെയാണ്, ബിയുടെ വാല്യൂ മാത്രം 2 ആണ്. അന്നേരം ഗ്രാഫിനുണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകുന്ന മനസ്സിലാക്കണം. കമ്പയർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എന്താണ്? ജി ഓഫ് എക്സ്. നെക്സ്റ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ഈ പുതിയ കിട്ടിയ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും അവിടെ വെച്ച് എഴുതണം. നെക്സ്റ്റ് ഫൈൻഡ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ്സ് വിത്ത് കോസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ. ഇതെല്ലാം കൂടെ ചോദിക്കത്തില്ല, ഒരാൾക്ക് ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോയിൻസൈഡ് ചെയ്യുന്നത് കോസ് എക്സുമായിട്ട് നമ്മുടെ ഗ്രാഫ് കോയിൻസൈഡ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആൻസർ ഓൺലി 1. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം കൂടെ ഉണ്ട്, നിങ്ങളെല്ലാം കൂടെ ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്നായിരിക്കും. യൂസിങ് ദ ഇൻപുട്ട് ബോക്സ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്ത് റൂട്ട് എക്സ് അറിയാമല്ലോ. ഗ്രാഫ് നമ്മുടെ എക്സ് ആക്സിന് വേണ്ടി ഇങ്ങനെ മണ്ടക്കോട്ട് ഇങ്ങനെ സൈഡിലോട്ട് പോകും കേട്ടോ, റൈറ്റ് ഹാൻഡിലോട്ട് പോകും. നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് ആസ്. ഇതുണ്ട്. എന്നിട്ട് നിങ്ങൾ എയും ബിയും കണ്ടുപിടിക്കണം. എങ്ങനെയാകുമ്പോഴാണ്? ഡൊമൈൻ -2 to ഇൻഫിനിറ്റി, റേഞ്ച് 3 to ഇൻഫിനിറ്റി വരുന്ന രീതിയിൽ കൂടെയുള്ള ആ രീതിയിൽ കൂടെ വരുമ്പോൾ ഉള്ള ആ എയും ബിയും ആ സമയത്ത് എത്ര ആയിരിക്കും? അപ്പം ആ ഗ്രാഫിൻ്റെ ഡൊമൈൻ എന്തായിരിക്കണം? -2 to ഇൻഫിനിറ്റി, റേഞ്ച് എന്തായിരിക്കണം? 3 to ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഈ റൂട്ട് എക്സ് എന്നുള്ളതിനുള്ളിൽ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഗ്രാഫിൻ്റെ ചേഞ്ചസ് വരും. അപ്പോൾ ഈ ഡൊമൈൻ ഈ രീതി കൂടെ, അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സ് ആക്സിസിൻ്റെ രീതിയാണ്. എക്സ് ആക്സിസിൽ നിന്നാണ് ഡൊമൈൻ, റേഞ്ച് ആരാണ്? വൈ ആക്സിസ് എന്ന് കേട്ടോ, അത് ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ഒരാൾക്ക് ഒന്നേ കാണത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഒരാൾക്ക് ഇതായിരിക്കും, അടുത്ത ആൾക്ക് ഇതായിരിക്കും ടിക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആൾക്ക് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവർ നോക്കി എഴുതെങ്കിലോ എന്നുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഡൊമൈനും റേഞ്ചും ഈ രീതി കൂടെ വരുന്നതിനനുസരിച്ച് ഗ്രാഫിനെ ഒന്ന് മാറ്റണം. ഗ്രാഫിനെ മാറ്റി വരുമ്പോൾ എയും ബിയും ആ സമയത്ത് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് എടുത്തെഴുതണം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് വീട്ടിലിരുന്നാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ അടുത്ത പ്രാക്ടിക്കലുമായിട്ട് എത്തും. ഗുഡ് ബൈ.